കിലുക്കം സിനിമയിലെ കിട്ടുണ്ണിയേട്ടന് ശരിക്കും ലോട്ടറി അടിച്ചിരുന്നെങ്കിലോ? അന്ന് കിട്ടിയ 10 ലക്ഷവും മാരുതി കാറും വെച്ച് കിട്ടുണ്ണി എങ്ങനെ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്തിട്ടുണ്ടാകും എന്ന് നോക്കാം. ടാക്സ് ഒക്കെ കഴിഞ്ഞ് കയ്യിൽ കിട്ടിയ 6 ലക്ഷം രൂപ നമുക്ക് കിട്ടുണ്ണിയെ കൊണ്ട് ഒരു ഡൈവേഴ്സിഫൈഡ് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോയിൽ ലംസമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യിപ്പിക്കാം. ഇനി കിട്ടുണ്ണിയുടെ ചെലവുകൾക്കായിട്ട് എല്ലാ മാസവും 2500 രൂപ വീതം അക്കൗണ്ടിൽ വരുന്ന രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് വിത്ഡ്രോവൽ പ്ലാൻ സെറ്റ് ചെയ്ത് കൊടുക്കാം. സിനിമ ഇറങ്ങിയ 1991 ഒരു ആവറേജ് മിഡിൽ ക്ലാസ് ഫാമിലിക്ക് ജീവിക്കാൻ പറ്റിയ ഒരു എമൗണ്ട് ആയിരുന്നല്ലോ അത്. അക്കൗണ്ടിൽ വരുന്ന എമൗണ്ട് എല്ലാ വർഷവും 10% വെച്ച് കൂടി വരുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തത്. ഇനി ഈ ഇൻവെസ്റ്റ്മെന്റിന് ലോങ് ടൈമിൽ ഒരു 15% CAGR ഗ്രോത്ത് കിട്ടിയാൽ 2025 ആകുമ്പോഴേക്കും ബാക്കിയുള്ള എമൗണ്ട് ഗ്രോ ചെയ്ത് ഏകദേശം 2.39 കോടി രൂപ ആയിട്ടുണ്ടാകും എന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇപ്പോൾ മന്ത്ലി അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം 61,000 രൂപ വെച്ചിട്ടായിരിക്കും. ഇതാണ് പവർ ഓഫ് കോമ്പൗണ്ടിങ്. ഇനിയിപ്പോൾ കിട്ടുണ്ണി മരണപ്പെട്ടാൽ ബാക്കിയുള്ള എമൗണ്ട് അവകാശികൾക്ക് കിട്ടുകയും ചെയ്യും. ഇപ്പോൾ കിട്ടുണ്ണിയും ഹാപ്പി, മക്കളും ഹാപ്പി. ഇതുപോലെ ലോങ് ടൈമിലേക്ക് ലംസം ഇൻവെസ്റ്റ്മെന്റ്സിന് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഫണ്ട് കാറ്റഗറീസിന്റെ ലിസ്റ്റ് ഇൻബോക്സിൽ കിട്ടണമെങ്കിൽ താഴെ ഇൻവെസ്റ്റ് എന്ന് കമന്റ് ചെയ്തോളൂ. പേഴ്സണൽ ഫൈനാൻസ് സിമ്പിളായി പഠിക്കാൻ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണേ.